ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാനും എന്റെ റസൂലും മദീനയുടെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ കുതിരപ്പുറത്ത് വളരെ വേഗത്തിൽ ഇങ്ങനെ വരികയാ. ഞാൻ പെട്ടെന്ന് വാള് വലിച്ചൂരി ചാടി എഴുന്നേറ്റ് നിന്നു. നബി തങ്ങൾ പറഞ്ഞു, ഉമറേ നീ എന്താ ഈ കാണിക്കുന്നത്? ഉമറേ നീ എന്താണ് ഈ കാണിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ വരുന്നതാരെന്ന് എനിക്കറിയാം. അവൻ ഇസ്ലാമല്ല, അവൻ അങ്ങയെ വകവരുത്താൻ വേണ്ടി വരുന്നതാണ്, അങ്ങയുടെ ശിരസ് വെട്ടാൻ വേണ്ടി വരുന്നതാണ്. ആരാണ് ഉമറേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന സെയ്ദുൽ ഖൈൽ എന്ന് പറയുന്ന അവിശ്വാസിയാണ്. കുതിരയുടെ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും വലിയ കുതിര സവാരിക്കാരനാണ് സെയ്ദുൽ ഖൈൽ എന്നറിയപ്പെടുന്ന കുതിര സവാരിക്കാരനാണ് വരുന്നത് നബിയെ. അവനൊരു ദുരുദ്ദേശമില്ലാതെ വരില്ല റസൂലേ, അങ്ങയെ വെട്ടാനാണ്, അങ്ങയെ കൊല്ലാനാണ് അവൻ വരുന്നത് റസൂലേ. നബിതങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ അവിടെ ഇരിക്കുക, അവൻ എന്തിനു വന്നാലും വരട്ടെ. അവൻ ധൈര്യം കാണിച്ചില്ലേ, എന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ ധൈര്യം കാണിച്ചില്ലേ? ഉമറുണ്ടെന്നവനറിയാം, ഹംസയുണ്ടെന്നവനറിയാം, അലിയുണ്ടെന്നവനറിയാം, എങ്കിലും അവൻ ധൈര്യം കാണിച്ചില്ലേ എന്റെ മുമ്പിൽ വരാൻ. അതുകൊണ്ട് അവനെ ബഹുമാനിക്കണം ഉമറേ, അതുകൊണ്ട് നീ എവിടെ ഇരിക്കുക. സെയ്ദുൽ ഖൈൽ കുതിരപ്പുറത്ത് കടന്നു വന്നപ്പോ നബിതങ്ങൾ വിളിക്കുകയാണ്, സെയ്ദുൽ ഖൈർ. സെയ്ദുൽ ഖൈൽ എന്നാണ് പേര്, പക്ഷേ റസൂലുള്ള വിളിച്ചത് സെയ്ദുൽ ഖൈർ. ഖൈറുള്ള സെയ്ദേ, നന്മയുള്ള സെയ്ദേ എന്നാണ് റസൂലുള്ള വിളിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിൽ കുതിര നിന്നു. സെയ്ദുൽ ഖൈൽ ചാടിയിറങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ മഹാനായ മുത്ത് റസൂൽ പറഞ്ഞിരിക്കണം സെയ്ദേ. സെയ്ദ് അത്ഭുതപ്പെട്ടു പോയി. എന്തോ ഒരു ആതിഥ്യ മര്യാദയാണ്, ആ മുഖത്തെന്തൊരു വെളിച്ചമാണ്, ആ മുഖത്തെന്തൊരു പ്രഭയാണ്, ആ മുഖത്തെന്തൊരു രസമാണ്, ആ മുഖം കാണാനും ദുരടകാണ്. എത്ര കണ്ടാലും മതിവരാത്ത പനിനീർദളങ്ങളുടെ സൗന്ദര്യമല്ലേ ആ പൂമുഖത്തിന്. സെയ്ദിന്റെ മനസ്സുവല്ലാതെ ചാഞ്ചല്യപ്പെട്ടുപോയി. സെയ്ദ് വന്നത് കൊല്ലാനാണ്, സെയ്ദുൽ ഖൈൽ വന്നത് കൊല്ലാനാണ്. പക്ഷേ വരൂ സെയ്ദുൽ ഖൈറേ എന്ന് പറഞ്ഞിരിക്കാൻ പറഞ്ഞപ്പോ സെയ്ദിന്റെ മനസ്സങ്ങ് മാറിപ്പോയി. എന്നിട്ട് മഹാനായ മുത്ത് റസൂല് പറയുകയാണ്, സെയ്ദേ നമുക്ക് വീട്ടിലേക്ക് പോയാലോ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? സെയ്ദ് ഖൈർ ചിന്തിക്കുകയാണ്, എവിടെ പട്ടാളക്കാരെവിടെ? നബി തങ്ങളുടെ ചുറ്റും നിൽക്കുന്ന പട്ടാളക്കാരെവിടെ? ഒരു ഉമർ മാത്രമല്ലേ ഉള്ളൂ. ആയുധപ്പുരകളെവിടെ? ആയുധപ്പുരകളെവിടെ? നബി തങ്ങൾക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെവിടെ? ചുറ്റുഭാഗത്ത് നോക്കി ആരെയും കണ്ടിട്ടില്ല. പുഞ്ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് കണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, ഉമറേ സെയ്ദുൽ ഖൈറിനെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. സെയ്ദ് പറഞ്ഞു, എന്നാ ഞാനും അങ്ങയോടൊപ്പം വീട്ടിലേക്ക് വരാം. ഇടുപ്പിൽ വാളിരിക്കുന്നുണ്ട്. സെയ്ദുൽ ഖൈറിന്റെ കുതിരയിൽ നിന്നിറങ്ങി നബി തങ്ങളോടൊപ്പം നടന്നു പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറയുന്നു, നബിയേ ഞാനും കൂടി വരട്ടെ നബിയേ, എനിക്ക് പേടിയാ റസൂലേ, എനിക്ക് പേടിയാ റസൂലേ. അങ്ങയോടൊപ്പം നടന്നു പോകുന്ന വഴിയിൽ അവൻ അങ്ങയെ വല്ലതും ചെയ്തു പോയാലോ? പിന്നെ ഈ ഉമർ ജീവിച്ചിരിക്കില്ല റസൂലേ, പിന്നെ ഈ ഉമറിന്റെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത് നബിയേ? അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, റസൂലേ ഞാനും കൂടി വരട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പേടിക്കണ്ട ഉമറേ, പേടിക്കണ്ട ഉമറേ, ഞാൻ സെയ്ദിനെ എന്റെ അതിഥിയായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങള് സെയ്ദ് റളിയല്ലാഹു അൻഹു വാങ്ങാൻ പോകുന്ന സെയ്ദുൽ ഖൈറിനെ കൊണ്ടുപോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കൂടെ ചെല്ലുകയാണ്. സമാധാനമില്ല. സെയ്ദുൽ ഖൈറിനെ കൊണ്ടുപോയിട്ട് മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ വീടിന്റെ മുമ്പിലെത്തിയപ്പോ ഇടംനിട്ട് ഈന്തപ്പന പോലെയുടെ അടയാളം മുതുകത്ത് വന്ന ചെറിയ വീടിന്റെ മുമ്പിലെത്തുമ്പോ സെയ്ദുൽ ഖൈർ പറയുന്നു, ഇവിടെയാണോ വീട്? എവിടെയാണ് കൊട്ടാരം? എവിടെയാണ് മുഹമ്മദിന്റെ കൊട്ടാരം? എവിടെയാണ് മുഹമ്മദിന്റെ കൊട്ടാരം? ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ആ
കാണുന്നതാണ് എന്റെ റസൂലുള്ളാഹിയുടെ കൊച്ചു വീട്. അറേബ്യൻ മണ്ണിന്റെ എല്ലാ കൊട്ടാരത്തെയും തോൽപ്പിച്ച വീട്, അറേബ്യൻ മണ്ണിന്റെ രാജാക്കന്മാരുടെ സിംഹാസനത്തെ പരാജയപ്പെടുത്തിയ വീട്, അറേബ്യൻ മണ്ണിന്റെ സമ്പന്ന വർഗത്തിന്റെ മനസ്സിന്റെ മുഴുവൻ ആഗ്രഹങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയ എന്റെ റസൂലുള്ളാഹിയുടെ കൊട്ടാരമറ അതാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോ സയ്യിദുൽ ഖൈര് പൊട്ടിക്കരയാ തുടങ്ങി. മുഹമ്മദിന് കൊട്ടാരമില്ലേ? മുഹമ്മദിന് സിംഹാസനമില്ലേ? മുഹമ്മദിന് തോഴികളില്ലേ? മുഹമ്മദിന് ആയുധപ്പുരകളില്ലേ? മുഹമ്മദിന് കാവൽ പട്ടാളക്കാരില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിരൽത്തുമ്പ് പിടിച്ചു ആരംഭ റസൂലിന്റെ ഈന്തപ്പന ഓലയുടെ വാതിൽ തുറന്നകത്തിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അകത്ത് പോയിട്ടൊരു പത്തിരി എടുത്തുകൊണ്ട് വരികയാണ്. സയ്യിദുൽ ഖൈർ ചാടി എഴുന്നേറ്റ്, യാ റസൂലുള്ളാഹ്, എന്നോട് പൊറുക്കണം നബിയേ, ഞാൻ അങ്ങയെ കണ്ടിട്ടില്ല റസൂലേ, അങ്ങയുടെ മഹത്വം അറിഞ്ഞിട്ടില്ല നബിയേ, അങ്ങയുടെ പദവി അറിഞ്ഞിട്ടില്ല നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഏതക്രമിയുടെയും ഏത് ശത്രുവിന്റെയും ഏത് ഭീകരവാദിയുടെയും മനോമുഖരത്തിന്റെ ഉള്ളറയിൽ സാന്ത്വനത്തിന്റെ കടൽ തീർത്തു കൊടുക്കുന്നവനെ നബി മുഹമ്മദ് മുസ്തഫ, കൊല്ലാമെന്നവൻ തലോടിയിട്ട് മുത്തം കൊടുത്ത് മടങ്ങിപ്പോകുന്ന മാസ്മരികമായ പുഞ്ചിരിയുടെ ഉടമസ്ഥനെ നബി മുഹമ്മദ് മുസ്തഫ, കുത്താൻ വരുന്നവന്റെ കൈ മുസാഫഹത്ത് ചെയ്തിട്ട് തലോടിയിട്ട് എടുക്കാൻ മനസ്സ് വരാത്ത പ്രേമത്തിന്റെ ആഴക്കടലിലേക്ക് ചെന്നിറങ്ങിപ്പോകുന്ന പ്രേമനായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.